അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ നാടിന്റെ ശാപമാണ്. നല്ലവരായ ഉദ്യോഗസ്ഥരുമുണ്ടെങ്കിലും പലപ്പോഴും അവർക്ക് അഴിമതിക്കാരുടെ സംഘടിത ബലത്തിന് മുന്നിൽ കണ്ണടക്കേണ്ടി വരുന്നു. പോലീസ് സേനയിലെ വലിയ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് തിരുവനന്തപുരത്തെ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം CI ജെയ്സൺ അലക്സ് ജീവനൊടുക്കിയ സംഭവം. അഴിമതിക്കാരായ മേലുദ്യോഗസ്ഥരുടെ താൽപര്യത്തിന് വഴങ്ങാത്തതിനാൽ ഈ ഉദ്യോഗസ്ഥന് കടുത്ത മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. എന്താണ് ജെയ്സൺ അലക്സിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്? ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പെട്രോളിൽ ആദ്യം. സ്വാഗതം. തിരുവനന്തപുരത്തെ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ CI ജെയ്സൺ അലക്സ് ജീവനൊടുക്കിയത് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനെ തുടർന്ന് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള മാനസിക സമ്മർദ്ദം മൂലമെന്ന് കുടുംബം. 6 കോടി രൂപയുടെ സാധനങ്ങൾ വാങ്ങിയതിന്റെ ബില്ലിൽ ഒപ്പിട്ടു കൊടുക്കാൻ മുകളിൽ നിന്നും സമ്മർദ്ദമുണ്ടായി. അത് ഒപ്പിട്ടു കൊടുത്തിരുന്നില്ലെന്നും ഒപ്പിട്ടു നൽകിയാൽ താൻ കുടുങ്ങുമെന്ന് ജെയ്സൺ പറഞ്ഞിരുന്നതായും മാതാവ് പ്രതികരിച്ചു. പോലീസിന്റെ വയർലെസ് സംവിധാനം പരിഷ്കരിക്കുന്നതിൽ അഴിമതി നടന്നുവെന്നാണ് ആരോപണമുയരുന്നത്. കുടുംബത്തിന്റെ ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. വൈകാതെ കുടുംബം മുഖ്യമന്ത്രിക്കും പരാതി നൽകും. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയാണ് ജെയ്സൺ അലക്സ്. ജോലിയുടെ ഭാരം കൊണ്ട് തന്നെ, ജോലിയുടെ പ്രഷർ കൊണ്ട് തന്നെ അവൻ മരിക്കാൻ കാരണം, വേറൊരു കാരണമല്ല. ജോലിയുടെ പ്രഷർ. ഡ്യൂട്ടിക്കിടെ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കിയതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം. പോലീസിന്റെ വയർലെസ് സംവിധാനത്തിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 6 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കിയിരുന്നു. ഇതിൽ വലിയ അഴിമതി നടക്കുന്നതായി ജെയ്സൺ മാതാവിനോടും ഭാര്യയോടും സൂചിപ്പിച്ചിരുന്നെന്നാണ് കുടുംബം പറയുന്നത്. ഈ 6 കോടിയുടെ പ്രോജക്റ്റ് അത് മോളിൽ നിന്ന് പ്രഷറുണ്ട്, അത് ഓക്കെ ആണെന്ന് ഒപ്പിട്ട് കൊടുക്കണമെന്ന്. അവൻ ഒപ്പിട്ട് കൊടുത്തില്ല. അതിന് മോളിൽ നിന്ന് പ്രഷറുണ്ട്. അത് ശരിയല്ല. അത് ശരിയായിട്ടുള്ളതല്ല ചെയ്തിരിക്കുന്നത്. വെളിയിൽ നിന്നൊരു ഒരു ഒരു പ്രൈവറ്റ് കമ്പനിക്കാർ വന്ന് ചെയ്യുന്നുണ്ട്, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അവരിതെങ്ങനെയെങ്കിലും ആക്കി കൂട്ടി ഇട്ട് കൊടുത്തുകൊണ്ട് കാശ് മത്സ്യ പോകും. അപ്പോൾ അതെല്ലാം ഇവന്റെ തലയിൽ വരും. ഉപകരണങ്ങൾ വാങ്ങിയ ബില്ലിൽ ജെയ്സൺ ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നു. ബില്ലിൽ ഒപ്പിട്ടാൽ അതിന്റെ സൂക്ഷിപ്പുകാരനായ താനും കുടുങ്ങും. ഇതോടെ ഉപകരണങ്ങൾ ലഭ്യമാക്കിയ കമ്പനിക്ക് പ്രതിഫലം കിട്ടാൻ വൈകി. ഇതേ ചൊല്ലി ഉന്നത ഉദ്യോഗസ്ഥർക്ക് ജെയ്സണിനോട് അമർഷമുണ്ടായിരുന്നെന്നാണ് കുടുംബം പറയുന്നത്. തുടർന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് മോശം പെരുമാറ്റവും ഉണ്ടായി. ഇതിന്റെ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ജെയ്സണെന്നും കുടുംബം ആരോപിക്കുന്നു. ഡ്യൂട്ടിക്ക് പോയ ഭർത്താവ് ഡ്യൂട്ടി അവസാനിക്കും മുമ്പ് എന്തിന് വീട്ടിലെത്തിയെന്നും ജെയ്സന്റെ ഭാര്യ ചോദിക്കുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ട്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകാനാണ് നീക്കം. എന്നാൽ വയർലെസ് ഇടപാടിൽ അഴിമതി ആരോപണം നടന്നിട്ടുള്ള നിലപാടാണ് ഉന്നത ഉദ്യോഗസ്ഥരുടേത്. പർച്ചേസിൽ ക്രമക്കേടില്ല, നടപടികൾ സുതാര്യമാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മലയാളിയായ യുവ ഡോക്ടർ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ മരിച്ച നിലയിൽ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി അഭിഷോ ഡേവിഡാണ് മരിച്ചത്. ഗോരഖ്പൂർ BRD മെഡിക്കൽ കോളേജിലെ PG 3-ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. ഹോസ്റ്റൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു. പാറശാല ഇടിച്ചക്കപ്ലാമൂട് അബിവില്ലയിൽ ഡേവിഡ് ജൂലിയറ്റ് ദമ്പതിമാരുടെ മകനാണ് 32-കാരനായ അഭിഷോ. ഗോരഖ്പൂർ ബാബ രാഘവദാസ് മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ മുറിയിലാണ് മൃതദേഹം കണ്ടത്. അഭിഷോ ഡ്യൂട്ടിക്കെത്താത്തതിനെ തുടർന്നാണ് സഹപ്രവർത്തകർ താമസ സ്ഥലത്ത് അന്വേഷിച്ചെത്തിയത്. മുറി പൂട്ടിയ നിലയിലായിരുന്നു. പൂട്ട് തകർത്ത് അകത്ത് കയറിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. അപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്നു എന്ന് പറഞ്ഞു. വെളിയിൽ ഒരു ഫ്രണ്ടുമായിട്ട് ടീ കുടിക്കാൻ പോയെന്ന് പറഞ്ഞു. പിന്നീടാണ് ഇങ്ങനെ അറിയുന്നത്. പിറ്റന്നാൾ അവർ ഡോറിൽ നോക്ക് ചെയ്യുമ്പോൾ എഴുന്നേറ്റില്ല. പിന്നീട് പൊളിച്ചാണ് അകത്തുനിന്ന് ഇങ്ങനെ നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞു. ആത്മഹത്യയാണെന്ന് സംശയമുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്നും പോലീസ് വ്യക്തമാക്കി. 1 വർഷം മുൻപാണ് അഭിഷോയുടെ വിവാഹം കഴിഞ്ഞത്. തിരുവനന്തപുരം SITയിൽ MDക്ക് പഠിക്കുന്ന ഭാര്യ ഡോക്ടർ നിമിഷ 8 മാസം ഗർഭിണിയാണ്. ഈ മാസം 19-ന് നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു അഭിഷോ.
മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷിച്ച് വസ്തുത പുറത്തു കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ഇടപെടണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഗോരഖ്പൂരിൽ ഇപ്പോൾ 3 വർഷം കൊണ്ട് അവിടെയാണ്. ഇപ്പം ഫൈനൽ ഇയർ കഴിയാൻ വേണ്ടി 3 വർഷത്തെ പഠനമാണ്. ഫൈനൽ കഴിയാൻ വേണ്ടി അടുത്ത മാസം കഴിയാനിരിക്കുകയാണ്. കേട്ടപ്പോൾ ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. ഇങ്ങനെ സംഭവിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് നമുക്കറിയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. കാരണം നമുക്കിത് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു വസ്തുത അറിയണം. അപ്പോൾ അത് നമ്മുടെ സർക്കാർ ഇടപെട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു വലിയൊരു ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. മെഡിക്കൽ കോളേജിലെ PG അനസ്തേഷ്യ വിദ്യാർത്ഥിയായ അഭിഷോ ഹോസ്റ്റൽ മുറിയിൽ തനിച്ചായിരുന്നു താമസം. കോളേജിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് സഹപാഠികൾ പോലീസിനെ അറിയിച്ചത്. കുടുംബപരമായി പ്രശ്നങ്ങളില്ലായിരുന്നെന്ന് ബന്ധുക്കളും പറയുന്നു. ഈ സാഹചര്യത്തിൽ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ആറന്മുളയിലെ ഹോട്ടൽ ഉടമ ബിജുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെയും പേരുണ്ട്. ആത്മഹത്യയ്ക്ക് ഉത്തരവാദി വാർഡ് മെമ്പർ രമാദേവിയും ഭർത്താവ് സുരേന്ദ്രനുമാണെന്നും ബിജുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കോൺഗ്രസ് പ്രാദേശിക നേതാവായ രമ തങ്ങളെ നിരന്തരം ദ്രോഹിക്കുന്ന വ്യക്തിയാണെന്ന് മരിച്ച ബിജുവിന്റെ ഭാര്യ ഷൈജ ആരോപിച്ചു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. രാവിലെ 7:30 ബിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബിജു കോട്ടയ്ക്കകം ജംഗ്ഷനിൽ നടത്തുന്ന ഹോട്ടലിനുള്ളിൽ നാട്ടുകാരാണ് ആദ്യം മൃതദേഹം കണ്ടത്. കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് അംഗവുമായ രമാദേവിയും ഭർത്താവ് സുരേന്ദ്രനുമാണ് മരണത്തിന് ഉത്തരവാദികളെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. രമാദേവിയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലായിരുന്നു 2 വർഷം മുമ്പ് വരെ ബിജു ഹോട്ടൽ നടത്തിയിരുന്നത്. പിന്നീട് ബിജുവിനെ ഈ കടയിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. രമാദേവി നിരന്തരം ദ്രോഹിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തിയ ബിജുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ആരോപണം ശരിവെച്ച് ബിജുവിന്റെ കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. പത്തനാപുരം സ്വദേശിയായ ബിജു 11 വർഷമായി ആറന്മുളയിൽ ഹോട്ടൽ നടത്തുകയാണ്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലം സ്വദേശിനി വിഭജിക്കുകയും മകളും ഷാർജയിൽ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 1.5 വയസ്സുകാരിയായ മകളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂങ്ങിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം വിഭജിക്കയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇരുവരുടെയും മരണത്തിൽ ദുരൂഹതയാരോപിച്ച് വിഭജിക്കയുടെ കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഷാർജ ഫോറൻസിക് ലാബിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ എന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് വിഭജികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയുടെ തൊട്ടിൽ കയറിലാണ് ഇരുവരും ജീവൻ ഒടുക്കിയതെന്നാണ് ജോലിക്കാരിയുടെ മൊഴി. മലയാളിയായ ഇവർ പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം. കുട്ടിയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം വിഭജികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവും ബന്ധുക്കളുമാണെന്ന് ആരോപിക്കുന്ന വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭജികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയും ആരോപിച്ചു. സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് യുവതിയുടെ കുടുംബത്തിന്റെ ആവശ്യം. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു വിഭജിക. മറ്റൊരു സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയറാണ് ഭർത്താവ് നിതീഷ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും 1 വർഷമായി പിണങ്ങിക്കഴിയുകയായിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്നും ഗർഭിണിയായിരുന്ന സമയത്ത് കഴുത്തിൽ ബെൽറ്റ് മുറുക്കി വലിച്ചുവെന്നുമാണ് വിഭജിക
പറയുന്നത്. ദീർഘമായ ആത്മഹത്യാക്കുറിപ്പ് കേസിന് വലിയ തെളിവാകുമെന്ന് ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നു. ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹങ്ങൾ എന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. വിഭജികയുടെ മരണം ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കേസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മലയാളികളായ പെൺകുട്ടികളും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. 1986-ൽ PU കോളേജ് വിദ്യാർത്ഥിനിയായ പത്മലതയെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായാണെന്ന് ബന്ധുക്കൾ പറയുന്നു. പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും പിതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോമിനേഷൻ നൽകിയതുമാണ് പത്മലതയെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് ആരോപണം. 57 ദിവസങ്ങൾക്ക് ശേഷം കൈകാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ നേത്രാവതി പുഴയ്ക്ക് സമീപമാണ് മൃതദേഹം കണ്ടെടുത്തത്. കൊലപാതക പരമ്പര സംബന്ധിച്ച് അടുത്തിടെ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിൽ പറയുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ധർമ്മസ്ഥലയിൽ ഇത്തരം സംഭവങ്ങൾ നടന്നിരുന്നെന്നാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതേസമയം വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. വെളിപ്പെടുത്തലിൽ പോലീസ് അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. കർണാടക ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര സംബന്ധിച്ച വെളിപ്പെടുത്തൽ രാജ്യത്താകെ നടുക്കിയതാണ്. മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും യുവതികളും അടക്കം ക്രൂരമായി ബലാത്സംഗത്തിനിരയായ 100ഓളം പേരുടെ മൃതദേഹം കുഴിച്ചുമൂടിയെന്നായിരുന്നു ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ. ഇതിൽ മലയാളികളുമുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. PU കോളേജ് വിദ്യാർത്ഥിനിയായ പത്മലതയെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായാണ്. പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും പിതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോമിനേഷൻ നൽകിയതുമാണ് പത്മലതയെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് കുടുംബം പറയുന്നത്. 57 ദിവസങ്ങൾക്ക് ശേഷം കൈകാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ നേത്രാവതി പുഴയ്ക്ക് സമീപമാണ് മൃതദേഹം കണ്ടെടുത്തത്. എന്നാൽ പോലീസ് രേഖകളിൽ ഇത് ആത്മഹത്യയാണ്. പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്ത് അവർ തിരക്കുന്നെന്നൊക്കെ പറഞ്ഞ് എന്നാലും ബോഡി കണ്ടുകിട്ടിയില്ല. പിന്നെ 56 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ എന്തോ ആ സൈഡ് പോയി ആരോ കണ്ടിട്ട് പാർട്ടിക്കാരോട് ആരോടോ പറഞ്ഞിട്ട് അവർ അച്ഛനെ അറിയിച്ചിട്ട് അച്ഛനെ ഏത് നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്? കൈ രണ്ടും പിന്നെ കാൽ രണ്ടും കെട്ടിയേക്കുമായിരുന്നു. പിന്നെ സ്കെലട്ടൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ 56 ദിവസമായിരുന്നില്ല. ബോഡി ഫുള്ള് ഇതായിട്ടുണ്ടായിരുന്നു. ഇത് റീഓപ്പൺ ആവണം. ഞങ്ങൾ പറയാം ആരൊക്കെ ഈ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തത്, ആരൊക്കെ ബലാത്സംഗം ചെയ്ത് എല്ലാം ഞങ്ങൾ പറയാം. അവരെല്ലാം എൻക്വയറി ചെയ്യണം. റിപ്പോർട്ടാക്കി ക്ലോസ് ചെയ്ത് അത് ഓപ്പൺ ആവണം. ഇതിനിടയിൽ കോടതി നിർദ്ദേശത്തെ തുടർന്ന് ശുചീകരണ തൊഴിലാളിക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. ഇയാളുടെ മൊഴി പ്രകാരമുള്ള സ്ഥലങ്ങൾ കുഴിച്ച് പരിശോധിക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ಇವತ್ತು 164 ಸ್ಟೇಟ್ಮೆಂಟ್ ಅಂದರೆ ಮ್ಯಾಜಿಸ್ಟ್ರೇಟ್ ಎದುರು ಸ್ಟೇಟ್ಮೆಂಟ್ ದಾಖಲಿಸ್ಕೊಳ್ಳೋಕ್ಕೆ ಇವತ್ತು ಅನುಮತಿ ಕೊಟ್ಟಿದ್ದು. ಸೊ ಅದಕ್ಕೋಸ್ಕರ 4 ಗಂಟೆಗೆ ಬಂದಿದ್ವಿ. 4:45ಗೆ ಬಂದು 1 ಅವರ್ ಪ್ರಕ್ರಿಯೆ ನಡೀತು. ಏನು ಕಂಪ್ಲೇಂಟಲ್ಲಿ ಸ್ಕೆಲಿಟನ್ ಅಥವಾ ಕಲೆವಾರಿ ಏನಿತ್ತು ಅಂತ ಹೇಳಿದ್ದಾರೆ ಅದು ಈಗ ಹ್ಯಾಂಡ್ ಓವರ್ ಮಾಡೋ ಪ್ರಕ್ರಿಯೆ ನಡೀತಾ ಇದೆ. ಫೋರೆನ್ಸಿಕ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಅವರು ಬಂದಿದ್ದಾರೆ, ಈಗ ಮಹಾಜರ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ ക്രൂരമായി ബലാത്സംഗത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും യുവതികളെയും ഇത്തരത്തിൽ ഒഴിച്ചുമൂടിയെന്നാണ് ഇയാൾ കോടതിയിൽ നൽകിയ മൊഴി. സൂപ്പർവൈസർമാരുടെ ഭീഷണിയെ തുടർന്ന് താൻ ഇതിന് നിർബന്ധിതനായെന്നും തൊഴിലാളി കോടതിയിൽ അറിയിച്ചു. മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലം കൃത്യമായി അറിയാമെന്നും ഇവ പുറത്തെടുത്ത് കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് ഇയാളുടെ ആവശ്യം. കുടുംബത്തിനും തനിക്കും നേരെ വധഭീഷണി ഉണ്ടായതോടെ മറ്റൊരു സംസ്ഥാനത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് എല്ലാം തുറന്നു പറയുന്നതെന്നും ഇയാൾ കോടതിയിൽ ബോധിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രഹസ്യമായി എത്തി അന്ന് കുഴിച്ചിട്ട മൃതദേഹാവശിഷ്ടമായി തലയോട്ടി കണ്ടെടുത്ത് തെളിവിനായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പോലീസിന് കൈമാറിയ തലയോട്ടി ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ കുഴിച്ച് പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനിടയിൽ 2001 മുതൽ 2013 വരെയുള്ള കാലയളവിൽ മാത്രം 484 പേർ ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ടതായാണ് വിവരാവകാശ നിയമപ്രകാരം പോലീസ് നൽകിയ കണക്കിൽ പറയുന്നത്. അസ്വാഭാവിക മരണം, ആത്മഹത്യ, തിരോധാനം എന്നിങ്ങനെയാണ് FIRലുള്ളത്. ഈ കേസുകളിൽ ഒരു പ്രതിയെ പോലും ഇതുവരെ പോലീസ് പിടികൂടിയിട്ടില്ലെന്നും
വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. KP ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. എറണാകുളം കോതമംഗലത്ത് CPM കൗൺസിലർ പോക്സോ കേസിൽ അറസ്റ്റിൽ. നഗരസഭാ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KV തോമസ് ആണ് അറസ്റ്റിലായത്. 12-കാരിയോട് ലൈംഗികാതിക്രമം കാട്ടിയെന്നാണ് പരാതി. KV തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി CPM കോതമംഗലം ഏരിയ കമ്മിറ്റി അറിയിച്ചു. നഗരസഭയിലെ CPM കൗൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KV തോമസാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൊഴിപ്രകാരമാണ് കോതമംഗലം പോലീസ് തോമസിനെതിരെ കേസെടുത്തത്. തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പന്ത്രണ്ടുകാരിയോട് ലൈംഗികാതിക്രമം കാട്ടിയെന്നാണ് പരാതി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. KV തോമസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായും നഗരസഭാ കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടതായും CPM കോതമംഗലം ഏരിയ സെക്രട്ടറി KA ജോയി അറിയിച്ചു. ന്യൂസ് 18 കോതമംഗലം. കൊൽക്കത്തയിൽ ബലാത്സംഗം തുടർക്കഥയാവുകയാണോ? കൊൽക്കത്തയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലാണ് ഒടുവിലത്തെ സംഭവം. ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായത്. പ്രതി പരമാനന്ദ് തോപ്പൻവാറിനെ ഹരിദേവ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊൽക്കത്ത IIM-ലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത്. ഹരിദേവ്പൂർ പോലീസ് സ്റ്റേഷനിൽ വിദ്യാർത്ഥിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതി പരമാനന്ദ് തോപ്പൻവാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൗൺസിലിംഗിനെന്ന വ്യാജേനയാണ് പ്രതി വിദ്യാർത്ഥിനിയെ ഹോസ്റ്റലിൽ വിളിച്ചു വരുത്തിയതെന്ന് FIR-ൽ പറയുന്നു. തുടർന്ന് ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയതോടെ യുവതി അബോധാവസ്ഥയിലായി. ബോധം വീണ്ടെടുത്തപ്പോഴാണ് താൻ ലൈംഗിക പീഡനത്തിനിരയായതായി മനസ്സിലാക്കിയത്. സംഭവം പുറത്തു പറയാതിരിക്കാൻ പ്രതി ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട്. മാനസിക സംഘർഷം അനുഭവിച്ചിരുന്ന വിദ്യാർത്ഥിനി അതിനായാണ് കൗൺസിലിംഗ് തേടിയത്. കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. സൗത്ത് കൊൽക്കത്തയിലെ ലോ കോളേജിൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായി 2 ആഴ്ചയ്ക്ക് ശേഷമാണ് മറ്റൊരു ബലാത്സംഗ വാർത്തയും പുറത്തുവരുന്നത്. ഇതിനു മുൻപ് കൊൽക്കത്ത RG കാർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതും വൻ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ന്യൂസ് 18 കൊൽക്കത്ത. കൊച്ചിയിൽ MDMA-യുമായി പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസ് സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡിയെന്ന് പോലീസ്. ലഹരിക്കായി പ്രതികൾ ചെലവാക്കിയത് ലക്ഷങ്ങളെന്നും കണ്ടെത്തി. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ പേരുകൾ റിൻസി പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സിനിമയ്ക്കുള്ളിൽ സജീവമായി ലഹരി ഇടപാട് നടത്തുന്ന റിൻസി യുവതാരങ്ങൾക്കടക്കമുള്ളവർക്ക് ഡ്രഗ് ലേഡിയാണ്. സെറ്റുകളിലും പ്രൊമോഷൻ പരിപാടികളിലും റിൻസി ഉണ്ടെങ്കിൽ അവിടെ രാസലഹരി ഒഴുകുമെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ പേരുകൾ റിൻസി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ലഹരിക്കായി പ്രതികൾ ഒഴുക്കിയത് ലക്ഷങ്ങളാണെന്നാണ് കണ്ടെത്തൽ. 10 ലക്ഷത്തോളം രൂപയാണ് ലഹരി ഇടപാടിനായി റിൻസി മുടക്കിയത്. MDMA മാത്രമല്ല, വില കൂടിയ കൊക്കൈനും പ്രതികൾ കൊച്ചിയിലെത്തിച്ചു. ആവശ്യക്കാർക്ക് പണം ഗൂഗിൾ പേ വഴി നൽകും. പിന്നീട് അത് ക്രിപ്റ്റോ കറൻസിയാക്കും. ബംഗളൂരുവിൽ നിന്നും ലഹരി എത്തിച്ചു നൽകുന്നതും വേണ്ടവർക്ക് കൈമാറുന്നതുമെല്ലാം റിൻസിയുടെ ആൺ സുഹൃത്ത് യാസറായിരുന്നു.
റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. സിനിമ PR കമ്പനിയായ ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റിന്റെ ഭാഗമായിരുന്നു റിൻസി. ലഹരി കേസിൽ അറസ്റ്റിലായതോടെ റിൻസിയെ ഒബ്സ്ക്യൂറ തള്ളിപ്പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് NCB. പ്രതികളായ എഡിസൺ ബാബു, ഡിയോൾ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. ഡിയോളിന്റെ ഭാര്യ അഞ്ജുവിനെ ചോദ്യം ചെയ്യാനും NCBക്ക് കഴിഞ്ഞിട്ടില്ല. വനിതാ ഉദ്യോഗസ്ഥയില്ലാത്തതാണ് ചോദ്യം ചെയ്യലിന് തടസ്സമാകുന്നത്. പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ NCB തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. ഡാർക്ക് നെറ്റ് കേസിൽ നിർണായകമായ അറസ്റ്റ് നടത്താൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് കഴിഞ്ഞെങ്കിലും കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് എത്താനായിട്ടില്ല. ഇതിന്റെ പ്രധാന തടസ്സം പ്രതികൾ അധികമൊന്നും വിട്ടുപറയാത്തതാണ്. സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായാണ് ലഹരി വ്യാപാരം ഇവർ നടത്തിയിരുന്നത്. ക്രിപ്റ്റോ കറൻസി വഴി ഇടപാടുകൾ നടന്നതിനാൽ തുക എത്രയെന്നതുപോലും വ്യക്തമായ വിവരമില്ല. ഇത് ആരുടെ പക്കലാണെന്നും എവിടെ നിക്ഷേപിച്ചു എന്നും കണ്ടെത്തേണ്ടതുണ്ട്. രാജ്യത്തിന് തന്നെ വെല്ലുവിളിയാകുന്ന രീതിയിൽ തുക കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്ന സംശയവും അന്വേഷണ ഏജൻസികൾക്കുണ്ട്. NCBക്ക് പുറമെ EDയും അന്വേഷണ രംഗത്തുണ്ട്. പാസ്വേഡുകൾ പോലും മനഃപ്പാഠമായാണ് സംഘം സൂക്ഷിച്ചിരുന്നത്. ഈ വെല്ലുവിളി ചോദ്യം ചെയ്യലിലും NCB നേരിടുന്നുണ്ട്. അറസ്റ്റിലായ പ്രതി ഡിയോളിന്റെ ഭാര്യ അഞ്ജുവിനെ ചോദ്യം ചെയ്യാനും NCBക്ക് കഴിഞ്ഞിട്ടില്ല. വനിതാ ഉദ്യോഗസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് ചോദ്യം ചെയ്യലിന് സാങ്കേതികമായി ഇത് തടസ്സമാകുന്നത്. അടുത്ത തവണ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമ്പോൾ മുഴുവൻ പേരെയും ചോദ്യം ചെയ്യാനാണ് നീക്കം. എഡിസൺ ബാബു അടക്കമുള്ള പ്രതികളെ 4 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും 2 ആഴ്ചത്തേക്ക് കൂടി കോടതി റിമാൻഡ് ചെയ്തിരുന്നു. പ്രതികളുടെ പ്രധാന ഇടപാടുകാരെക്കുറിച്ചും ഇടനിലക്കാരെക്കുറിച്ചുമുള്ള പൂർണ്ണ വിവരങ്ങളും ഇതുവരെയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണത്തിൽ ലഭ്യമായിട്ടുമില്ല. ന്യൂസ് 18 കൊച്ചി. ലഹരിമരുന്ന് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി വിഴുങ്ങിയ വിദേശ ദമ്പതിമാർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിൽ. ബ്രസീൽ സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളത്. സംശയം തോന്നി സ്കാൻ ചെയ്തപ്പോഴാണ് ഇവർ ലഹരിമരുന്ന് ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായത്. ക്യാപ്സ്യൂളുകൾ പുറത്തെടുക്കാനായി 2 പേരെയും അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാൾ 50ഓളം ക്യാപ്സ്യൂളുകൾ വീതം വിഴുങ്ങിയിട്ടുണ്ടെന്നാണ് സംശയം. ഇതിൽ ഒരെണ്ണമെങ്കിലും വയറിനുള്ളിൽ വെച്ച് പൊട്ടിയാൽ മരണം വരെ സംഭവിക്കാം. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ ദമ്പതിമാരെ ലഹരിക്കടത്ത് സംശയത്തെ തുടർന്ന് വിശദമായി പരിശോധിച്ചിരുന്നു. എന്നാൽ ഇവരുടെ ബാഗുകളിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ല. ലഹരി ശരീരത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നിയാണ് ആശുപത്രിയിലെത്തിച്ചത്. തുടർന്ന് നടത്തിയ സ്കാനിങ്ങിലാണ് ഇവർ ലഹരി മരുന്ന് ക്യാപ്സൂൾ രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചതായി കണ്ടെത്തിയത്. ഇതിൽ ഒരാൾ മാത്രം 50ഓളം ക്യാപ്സൂളുകൾ വിഴുങ്ങിയെന്നാണ് വിവരം. ഇത് പുറത്തെടുക്കുവാനായി 2 പേരെയും അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൊക്കൈനാണ് ക്യാപ്സൂൾ രൂപത്തിലാക്കി വിഴുങ്ങിയതെന്നാണ് സംശയം. ഏറെ അപകടകരമായ രീതിയിലുള്ള ലഹരിക്കടത്താണിത്. ശരീരത്തിനുള്ളിൽ വെച്ച ഈ ക്യാപ്സൂൾ പൊട്ടിത്തെറിച്ചാൽ മരണം വരെ സംഭവിച്ചേക്കാം. അതിനിടെ ദമ്പതിമാരിൽ നിന്നും തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതിന്റെ വിവരങ്ങളും കണ്ടെത്തി. കൊച്ചിയിൽ വിമാനമിറങ്ങി തിരുവനന്തപുരത്തേക്ക് പോയി ലഹരിമരുന്ന് കൈമാറാനാണ് പദ്ധതിയിട്ടിരുന്നതെന്നാണ് കരുതുന്നത്. ഇവരുടെ ഫോൺ വിളി വിവരങ്ങളടക്കം DRI സംഘം പരിശോധിച്ചു വരികയാണ്. മുൻപും സമാനമായ രീതിയിൽ ലഹരിക്കടത്ത് നെടുമ്പാശ്ശേരിയിൽ പിടികൂടിയിരുന്നു. അന്ന് നൈജീരിയൻ സ്വദേശികളാണ് ലഹരിമരുന്ന് ക്യാപ്സൂൾ രൂപത്തിലാക്കി വിഴുങ്ങിയിരുന്നത്. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ ചേർത്തലയിലെ 5 വയസ്സുകാരൻ നേരിട്ടത് ക്രൂര പീഡനമാണ്. അമ്മയും അമ്മൂമ്മയും ചേർന്ന് മദ്യപിച്ച ശേഷം
കുട്ടിയെ കുറച്ച് ദിവസങ്ങളായി ഉപദ്രവിച്ചു വരികയാണെന്ന് ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 1 വർഷം മുൻപ് അമ്മയുടെ ആൺസുഹൃത്ത് കുട്ടിയെ എടുത്തെറിഞ്ഞതിനെ തുടർന്ന് കൈ ഒടിഞ്ഞു പോയിരുന്നതായും കണ്ടെത്തി. നിരന്തര പീഡനങ്ങൾക്കൊടുവിലാണ് 5 വയസ്സുകാരനിപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ ആലപ്പുഴയിലെ ഹോമിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ആൺസുഹൃത്തായിരുന്നു ഈ 5 വയസ്സുകാരന്റെ ജീവിതത്തിലെ വില്ലനെങ്കിൽ ഇപ്പോൾ അത് അമ്മയും മുത്തശ്ശിയുമായിരിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോം നേഴ്സായ അമ്മുമ്മയുടെ സംരക്ഷണയിലായിരുന്നു പകൽ കുട്ടി. അതോടെയാണ് പീഡനങ്ങളുടെ ആഴം വീണ്ടും ഏറിയത്. അമ്മ ലോട്ടറി വിൽപ്പനയ്ക്കായി പോകുന്ന സമയത്ത് വീട്ടിലിരുന്ന് മദ്യപിക്കുന്ന അമ്മുമ്മ കുഞ്ഞിനെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അതിനിടയിലാണ് കഴുത്ത് ഞെരിച്ചതിനെ തുടർന്ന് കുഞ്ഞിന് മുറിവ് ഉണ്ടായത്. കുഞ്ഞിന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ച എന്തിനാ അമ്മമ്മ? എന്തിനു വേണ്ടിയായിരുന്നു? വെറുതെ ഞെരിച്ചോ? ആന്റി കാണിച്ച കഴുത്ത് എവിടെ നോക്കട്ടെ ആന്റി? മുറിഞ്ഞല്ലോ കഷി. എന്താ പറഞ്ഞത് കുഞ്ഞിനെ? എന്ത് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് മുറിച്ചിട്ട് എന്താ പറഞ്ഞത്? അത് പറയും. എന്തോ പറഞ്ഞ? ഇങ്ങനെ മാന്തിയോ? എന്നിട്ട് എന്ത് പറഞ്ഞു? എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടാ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തത്? രാത്രി അമ്മ വരുന്നതോടെ മദ്യപാനം അമ്മയും അമ്മുമ്മയും ഒരുമിച്ചാകും. ലോഹ സ്കെയിൽ ഉപയോഗിച്ച് അടിച്ചതാണ് കുഞ്ഞിന്റെ മുഖത്തുണ്ടായ മുറിവ്. മുറിവ് എങ്ങനെ സംഭവിച്ചതാ? 1 വർഷം മുമ്പ് അംഗൻവാടി ടീച്ചർ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ നേരത്തെ കുട്ടിയെ ആക്രമിച്ചതിൽ അറസ്റ്റിലായ അമ്മയുടെ ആൺസുഹൃത്ത് ജെയ്സൺ മദ്യപിച്ച് കുട്ടിയെ എടുത്ത് എറിഞ്ഞതിനെ തുടർന്ന് കൈ ഒടിഞ്ഞിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മർദ്ദനം തുടർന്നിരുന്നെങ്കിലും കഴിഞ്ഞ മെയ്യിലാണ് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയെ തുടർന്ന് ചൈൽഡ് ലൈൻ ഇടപെടുകയും ജെയ്സൺ അറസ്റ്റിലാവുകയും ചെയ്തത്. കടുത്ത മദ്യപാനിയായി ജെയ്സൺ റിമാൻഡിലിരിക്കെ മരണപ്പെട്ടിരുന്നു. അതോടെയാണ് അമ്മയ്ക്ക് കുഞ്ഞിനോട് പകയായതെന്നും ചൈൽഡ് ലൈൻ പ്രവർത്തകർ വ്യക്തമാക്കുന്നു. കുട്ടിയെ ഒരു കാരണവശാലും അമ്മയ്ക്കൊപ്പം വിട്ടു നൽകരുതെന്നാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ട്. കുഞ്ഞിപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ ഹോമിലാണ് സുരക്ഷിതനായി ഉള്ളത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സബ് ജയിലിൽ തടവുകാരൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അടിപിടി കേസിൽ റിമാൻഡിലായ മാറനെല്ലൂർ സ്വദേശി മുഹമ്മദ് കബീറാണ് ജയിലിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കൈത്തണ്ടയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഇയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാറനെല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ നടന്ന അടിപിടി കേസിൽ റിമാൻഡിൽ കഴിയുകയാണ് മാറനെല്ലൂർ സ്വദേശി മുഹമ്മദ് കബീർ. വെള്ളിയാഴ്ച വൈകിട്ട് ഇയാൾ ജയിലിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായാണ് വിവരം. കൈത്തണ്ട മുറിച്ച നിലയിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച കബീറിനെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ അപകടനില തരണം ചെയ്ത മുഹമ്മദ് കബീറിനെ പ്രത്യേക സെല്ലിൽ പാർപ്പിച്ചാണ് ചികിത്സ നൽകുന്നത്. കഴിഞ്ഞ 9-നാണ് റിമാൻഡിനെ തുടർന്ന് മുഹമ്മദ് കബീർ ജയിലിലെത്തുന്നത്. കാട്ടാക്കട കുറ്റിച്ചൽ സ്വദേശിയായ സെയ്ദ് മുഹമ്മദ് എന്ന റിമാൻഡ് പ്രതി കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ചിരുന്നു. ജയിലിൽ നിന്ന് അബോധാവസ്ഥയിൽ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇയാൾക്ക് നെഞ്ചുവേദനയുണ്ടായതിനെ തുടർന്നാണ് മരണമെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പത്തനംതിട്ട തിരുവല്ല നെടുമ്പ്രം പുതിയകാവ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വീണ്ടും മോഷണ ശ്രമം. സ്കൂൾ മുറികളിലെ 7 അലമാരകളുടെ പൂട്ടുകൾ മോഷ്ടാക്കൾ കുത്തി തുറന്നു. 1 വർഷത്തിനിടെ 3-ാം തവണയാണ് ഈ സ്കൂളിൽ മോഷണ ശ്രമം നടക്കുന്നത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്കൂളിലെ സ്റ്റാഫ് റൂം, കമ്പ്യൂട്ടർ റൂം അടക്കം കുത്തിത്തുറന്ന നിലയിലായിരുന്നു.
7 അലമാരകളുടെ ലോക്കറുകളുടെ പൂട്ടുകളും തകർത്തു. ഓഫീസ് മുറിയിലെ പ്രധാന അലമാര കുത്തിത്തുറന്ന മോഷ്ടാക്കൾ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ കൂട്ടം ഉപയോഗിച്ചാണ് മറ്റ് അലമാരകൾ തുറന്നത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനമായി എത്തിയ തൊഴിലാളികളാണ് മോഷണ ശ്രമം ആദ്യം അറിയുന്നത്. തൊഴിലാളികൾ വന്നപ്പോഴാണ് ഇതിലെ മുറികളെല്ലാം തുറന്നു നടക്കുന്നത് കണ്ടത്. അങ്ങനെ സംശയം തോന്നി എന്നെ വിളിച്ചു പറയുക. അങ്ങനെ വന്നപ്പോഴാണ് HM ഇരിക്കുന്ന ഓഫീസ് റൂം, സ്റ്റാഫ് റൂം, കമ്പ്യൂട്ടർ ലാബ് അടക്കമുള്ള ഇതിലെ അലമാരികളടക്കം കുത്തി തുറന്നു. 7ഓളം അലമാരികളടക്കം തുറന്നിട്ട് അവിടെ വലിയ പരിശോധന നടത്തി. പക്ഷേങ്കിൽ ഒന്നും വിലപിടിപ്പുള്ള ഒരു സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് പണമൊന്നും സ്കൂളിൽ സൂക്ഷിക്കുന്ന പതിവില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടില്ല. പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. 1 വർഷത്തിനിടെ ഇത് 3ാം തവണയാണ് സ്കൂളിൽ മോഷണ ശ്രമം നടക്കുന്നത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പത്തനംതിട്ട. പാലക്കാട് ചിറ്റൂരിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിന്റെ നടുക്കത്തിലാണ് നാട്. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ 2 കുട്ടികൾ മരിച്ചു. 6 വയസ്സുകാരൻ ആൽഫ്രഡ്, 4 വയസ്സുകാരി എംലീന എന്നിവരാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇവരുടെ അമ്മ എൽസിയുടെ നില ഗുരുതരമായി തുടരുന്നു. ബാറ്ററിയുടെ ഷോർട്ട് സർക്യൂട്ട് ആകാം അപകട കാരണമായതെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും അന്വേഷണം നടത്തുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് പാലക്കാട് ചിറ്റൂർ പുൽപ്പുള്ളിയിലാണ് നാടിനെ നടുക്കിയ ദുരന്തം. എൽസി മാർട്ടിനും മക്കളും ഒന്നിച്ചു പുറത്തു പോകാനായി കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ പെട്ടെന്ന് തീപിടിച്ച് കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. 4 വയസ്സുകാരി എംലീനയ്ക്ക് 60%-ഓളവും 6 വയസ്സുകാരൻ ആൽഫ്രഡിന് 75%-ഓളവും പൊള്ളലേറ്റിരുന്നു. കൊച്ചിയിലെ ആശുപത്രിയിൽ വെച്ചാണ് ഇരുവരും മരിച്ചത്. എൽസിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. മൂത്ത മകൾ അലീന അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചു. അപ്രതീക്ഷിതമായുണ്ടായ പൊട്ടിത്തെറിയുടെ നടുക്കത്തിലാണ് സമീപവാസികൾ. തീ കത്തുന്നു പറഞ്ഞിട്ട് ഓടി വന്നതാണ്. വന്നപ്പോഴാണ് ചേച്ചി അവിടെ കിടക്കണ്ടായിരുന്നു. ചേച്ചിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തുമ്പോഴാണ് കാറിൻ്റെ പുറകുവശത്ത് മക്കൾ കിടക്കണ്ടായിരുന്നു. അപ്പോൾ മക്കളിനെ ഞങ്ങൾ ആംബുലൻസിൽ കയറ്റുമ്പോഴാണ് മക്കൾക്ക് പൊള്ളലുള്ളത്. 2 കുട്ടികൾക്ക് നല്ല പൊള്ളലുണ്ട്. ചേച്ചിക്ക് മാക്സിമം നല്ല രീതിയിൽ പൊള്ളലുണ്ടായിരുന്നു. അപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്രോൾ എന്താ നീമ്പെന്ന് പറഞ്ഞിട്ട് മകൾ പറയുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ സംഭവിച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയുന്നത്. കാറ് കുറച്ച് പഴക്കം ചെന്ന കാറായിരുന്നു. അപ്പോൾ ആ കാർ ഇടയ്ക്ക് നിൽക്കാറൊക്കെ ഉണ്ടായിരുന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ കാർ ഇവർ തന്നെ ഡ്രൈവ് ചെയ്ത് ഈ മാർട്ടിന് സുഖമില്ലാത്തപ്പോഴും അവർ തന്നെയാണ് ഇത് കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. അപകടം സംഭവിച്ച കാർ ഫയർഫോഴ്സ് സംഘം പരിശോധിച്ചു. ബാറ്ററിയുടെ ഷോർട്ട് സർക്യൂട്ട് ആകാം അപകട കാരണമായതെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും തീരുമാനം. എൽസിയുടെ ഭർത്താവ് മാർട്ടിൻ ക്യാൻസർ ബാധിച്ച് അടുത്തിടെയാണ് മരിച്ചത്. ഇതിന് പിന്നാലെയാണ് കുട്ടികളുടെ വേർപാട്. പാലക്കാട് കണ്ണാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സാണ് എൽസി. ന്യൂസ് 18 കൊച്ചി. ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇടുക്കിയിൽ നിന്നുള്ളത്. ഭിന്നശേഷിയുള്ള 3 വയസ്സുകാരനെ കൊന്ന് പിതാവ് ജീവനൊടുക്കി. 32-കാരനായ ഉന്മേഷാണ് മകൻ ദേവിനെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തത്. തൊടുപുഴ കാഞ്ഞിരമറ്റത്താണ് സംഭവം. വൈകിട്ടോടെയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടാകുന്നത്. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.